நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്തിക്കോണം. എന്തുപറ്റി? അവളെന്റെ കൈ പിടിച്ച് തിരിച്ചു. വേറെ വല്ലവരുമാണിത് ചെയ്തെങ്കിൽ വിവരം അറിഞ്ഞേനെ. ചേച്ചിയും അനിയത്തിയും കൂടി ഈ വീടിന്റെ ഭരണം അങ്ങ് ഏറ്റെടുക്കാൻ തോന്നുന്നു. എന്നെ ഇവൾ അപമാനിച്ചിട്ടും നിനക്കൊരു അക്ഷരം തിരിച്ചു പറയുന്നില്ലേ? മഞ്ജു, എന്താ നടന്നത്? അത് പിന്നെ ഞാൻ തെളിച്ചു പറ. ശാലിനി മഹിമ അടിക്കാൻ നോക്കിയപ്പോ ഞാൻ തടഞ്ഞു. ഇങ്ങനെ ധൈര്യമായി പ്രതികരിക്കാനാ ഞാൻ നിന്നോട് പറയാറ്. നിന്റെ അനിയത്തിക്കൊരു പ്രശ്നം വന്നപ്പോ നിനക്ക് എവിടെന്നാ ഈ ധൈര്യം കിട്ടിയത്? നിനക്ക് ഈ കിട്ടിയതൊന്നും പോരാ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കുടുംബത്തിലുള്ള ഒരാളെയാ നീ തല്ലാൻ നോക്കിയത്. ഇവളാണോ നിന്റെ കുടുംബത്തിന്റെ ഭാഗം? എന്താ അല്ലേ? എനിക്ക് സ്വപ്നയും മഹിമയും ഒരുപോലെയാ. ഗിരി, എന്നെയാണ് ഇവളുമാരെ അപമാനിച്ചത്. എന്റെ അച്ഛൻ ഇത് അറിഞ്ഞ ഒന്നും ചെയ്യില്ല. ഗോപാൽജി ന്യായത്തിന്റെ ഭാഗത്തേ നിൽക്കൂ. ന്യായം മഞ്ജുവിന്റെ ഭാഗത്താ. ഇവൾക്ക് വേണ്ടി നീ എന്നെ എതിർത്ത നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. സാരമില്ല, നീ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നെന്ന് വെച്ചാ ചെയ്യ്. മഞ്ജുവിന്റെ ഭാഗത്ത് നിൽക്കാൻ തന്നെയാ എന്റെ തീരുമാനം. പിന്നെ ഇവളാണ് എന്റെ ഭാര്യ. വെറുതെ നീ സങ്കല്പിച്ചു കൂട്ടിയ ഒരു പ്രണയകഥയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരരുത്. ഇവിടെ അല്ലെങ്കിലേ ആവശ്യത്തിലധികം പ്രശ്നങ്ങളുണ്ട്. നീ ആയിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അവളെ കൊണ്ടുള്ള ശല്യം ഇതോടെ തീരുമെന്നാ തോന്നുന്നു. നമ്മൾ തമ്മിൽ കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട പിന്നെ അവൾ എന്റെ പുറകെയുള്ള നടത്തം നിർത്തിക്കോളും. അപ്പോ ഗിരേട്ടൻ അവളെ കാണിക്കാൻ വേണ്ടിയാണോ ചേച്ചിയോട് സ്നേഹമുള്ളതുപോലെ അഭിനയിച്ചത്? അതെ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രേമമുണ്ടെന്ന് നീ കരുതിയോ? അയ്യടാ, ഗിരേട്ടന്റെ സ്വഭാവം ഒട്ടും പിടികിട്ടുന്നില്ല. ചിലപ്പോ തോന്നും നല്ല സ്നേഹമുള്ള ആളാണെന്ന്, ചിലപ്പോ തോന്നും വെറും മുരടനാണെന്ന്. ഗിരേട്ടൻ ശാലിനിയുടെ മുൻപിൽ വെച്ച് കാണിച്ചത് എല്ലാം വെറും അഭിനയമായിരുന്നു അല്ലേ ചേച്ചി? അറിയില്ല.